മാന്ത്രിക തുണി. കുട്ടൂസൻ പതിവ് പോലെ ലംബൂച്ചാൻ മന്ത്രവാദിയുടെ വീട്ടിലെത്തി. കുട്ടൂസന്റെ കൂട്ടുകാരനാണ് ലംബൂച്ചാൻ. എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാരെന്ന് ചോദിച്ചാൽ ഞാൻ ലംബൂച്ചൻ എന്നേ പറയൂ. പക്ഷെ എന്റെ ശത്രു ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുട്ടൂസൻ. അയ്യോ, അതെന്താ ലംബൂച്ച? ആ മായാവിയെ പിടിക്കാൻ കുട്ടൂസൻ എന്റെ എത്ര മാന്ത്രിക സാധനങ്ങളാ കൊണ്ടുപോയത്. ശരിയാ ലംബൂച്ച, പക്ഷെ അവനെ കിട്ടണ്ടേ? വന്നത് മാന്ത്രിക സാധനം ചോദിക്കാനാണെന്ന് മനസ്സിലായി. പക്ഷെ രക്ഷയില്ല. അങ്ങനെ ലംബൂച്ചാനും കൈയൊഴിഞ്ഞല്ലോ. എനിക്കൊരു ഐഡിയ. എന്താടാ ലുട്ടാപ്പി? നമുക്കെന്തെങ്കിലും സാധനം അടിച്ചു മാറ്റാം. വൈകാതെ ദാ ലംബൂച്ചൻ പുറത്തിറങ്ങി. തുണി വിരിക്കുന്നു. ഡാഗിനി. ദേ ലംബൂച്ചന് ഡാഗിനിയുടെ രൂപം. അമ്പടാ, നോക്കടാ ലുട്ടാപ്പി. ഈ തുണിയിൽ കയറി നിന്ന് പേര് പറഞ്ഞാൽ അവരുടെ രൂപം കിട്ടും. മാന്ത്രിക തുണിയാ, ഇത് അടിച്ചങ്ങ് മാറ്റാം. ലംബൂച്ചാൻ പോയതും ഫ്രണ്ടാണേലും വേറെ വഴിയില്ല. ഫ്രണ്ടല്ലല്ലോ, ശത്രുവാണെന്നല്ലേ പറഞ്ഞത്. ശത്രു. എനിക്കൊരാഗ്രഹം ഒത്തിരി നാളായി ഉള്ളതാ. എന്താടാ? എനിക്ക് അപ്പൂപ്പനെ പോലെ ആവണമെന്ന്. അതിനെന്താ, മാന്ത്രിക തുണിയല്ലേ ഉള്ളത്. ഉടനെ ഫേഷ്. ഇപ്പൊ എന്നെ കണ്ട ഞാനാണെന്ന് പറയുമോ? നീയാണെന്ന് പറയില്ല, ഞാനാണെന്ന് പറയും. വാ തുറക്കാതിരുന്നാൽ മതി. ഇതെല്ലാം രാജുവും രാധയും കാണുന്നുണ്ടായിരുന്നു. രണ്ട് കുട്ടൂസനോ? വേഗം മായാവിയെ വിളിക്കണം. കുട്ടികൾ വിളിച്ചതും മായാവി എത്തിക്കഴിഞ്ഞു. നമുക്ക് പിന്നാലെ പോകാം. വൈകാതെ അയ്യോടാ, കുട്ടൂസൻ ഇരട്ട പറ്റൂ. പേടിക്കേണ്ട, ഞാൻ പറയാം. ഡാഗിനിയും കാര്യമറിഞ്ഞു. ഹഹാ, എനിക്ക് ലോകസുന്ദരിയാകണം. എനിക്ക് മായാവിയാകണം. എനിക്ക് മോഹൻലാൽ. ഇവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. റെഡിയല്ലേ? ഓക്കെ. ഈ പോത്തിനെ ഓടിക്കാം. അയ്യോ, പോത്ത്. അങ്ങനെ പറഞ്ഞതും ലോകസുന്ദരി നിൽക്കുന്നത് കണ്ടോ? അങ്ങനെ മൂവരും പോത്തായി.